നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിലെ ടെൽ അവീവിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി യമൻ ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രയേൽ നഗരമായ ടെൽ അവീവിലെ സൈനിക ലക്ഷ്യത്തിനു നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ യമനിലെ വിമത തലസ്ഥാനത്തേക്കും തുറമുഖ നഗരത്തെയും വിറപ്പിച്ച തീവ്രമായ വ്യോമാക്രമണ പരമ്പരയാണ് ഇസ്രയേൽ സൈന്യം നടത്തിയത്. വ്യാഴാഴ്ച പുലർച്ചെ യമനിലെ ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. സനയിലെ പവർ സ്റ്റേഷനുകളും തുറമുഖങ്ങളും എണ്ണ ടെർമിനലും ഉൾപ്പെടെ ഹൊദൈദ പ്രവിശ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഹൂതി നടത്തുന്ന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വടക്കൻ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതി ഗ്രൂപ്പിന് പുലർച്ചെയുണ്ടായ ആക്രമണം കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയത്. കാരണം അവർ ഇന്ധനവും പാചകവാതകവും ഇറക്കുമതി ചെയ്യുന്നതിനും അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് വിൽക്കുന്നതിനും റാസിസ, അസാലിഫ് തുറമുഖങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബുധനാഴ്ച രാത്രി ടെൽ അവീവിൽ ഹൂതികൾ ലോങ് റേഞ്ച് റോക്കറ്റ് വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് യമനിലെ ഹൂതി സൈനിക ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രയേൽ സൈന്യം കൃത്യമായ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. ഹൂതികളുടെ സൈനിക ശേഷി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഓപ്പറേഷനായി ഇസ്രയേൽ സൈന്യം 14 യുദ്ധവിമാനങ്ങളും സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും വിന്യസിച്ചിട്ടുണ്ട്. രാമത് ഗാൻ നഗരത്തിലെ ഒരു ഒഴിഞ്ഞ സ്കൂൾ കെട്ടിടത്തിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും ആളപായമൊന്നും തന്നെ ഉള്ളതായി അറിവില്ല. ഡ്രോൺ ആക്രമണത്തിനൊപ്പം ഈ ആഴ്ച യമനിൽ നിന്നുള്ള രണ്ടാമത്തെ മിസൈൽ ആക്രമണമായിരുന്നു ഇത്. ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുഎസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യ ശ്രമങ്ങൾക്കിടയിലും 90-ലധികം വ്യാപാര കപ്പലുകൾ ഹൂതി ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സമീപകാല വെടിനിർത്തലിന് ശേഷം വരുന്ന ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ ഗണ്യമായ വിപുലീകരണത്തെയാണ് ഈ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവന പ്രകാരം ഇസ്രയേലിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയുള്ള യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ചാരവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് ഇസ്രയേലി എയർഫോഴ്സ് യമനിലെ ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹൊദൈദ തുറമുഖത്താണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. ADF ആഴ്ചകളായി ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു. 2014 അവസാനം മുതൽ വടക്കൻ യമനിന്റെ ഭൂരിഭാഗവും ഹൂതി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നുണ്ട്. 2023 നവംബർ മുതൽ ഹൂതി സംഘം ഇസ്രയേലി നഗരങ്ങൾക്കെതിരെ റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെങ്കടലിലെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.